പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തൊഴിലവസരം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് തസ്തികയിലേക്ക് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കേരള, ഇന്ത്യ ഗവൺമെൻറ് സർവീസുകളിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ വഴി നിയമനത്തിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 1,44,200 രൂപ മുതൽ 2,11,200 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2025 ഏപ്രിൽ 21 മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കാം. 4 വർഷത്തെയാണ് കാലാവധി പറയുന്നത്, അല്ലെങ്കിൽ 56 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ഏതാണോ നേരത്തെ അതാണ്. 4 വർഷമാണോ അല്ലെങ്കിൽ 56 വയസ്സ് അതിക്ക് മുമ്പ് ആദ്യം ആകുകയാണെങ്കിൽ അങ്ങനെ. വിദ്യാഭ്യാസ യോഗ്യത. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ 55% മാർക്കോടെ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ്. എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരെണ്ണം വേണം. അക്കാദമിക് ലെവലിൽ 11-ൽ 15 വർഷം അസിസ്റ്റന്റ് പ്രൊഫസർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ലെവൽ 12-ൽ 8 വർഷം, അതായത് അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെ വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഉള്ള എക്സ്പീരിയൻസ്. അടുത്തത് 15 വർഷത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. ഇതിൽ 8 വർഷം ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ ഈക്വലൻ്റ് പോസ്റ്റിലുള്ള എക്സ്പീരിയൻസ്. റുപ്പീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. 1,44,200 രൂപ മുതൽ 2,11,200 രൂപ വരെ. UGC സ്കെയിലാണ്. ഏജ് ലിമിറ്റഡ് 40 വയസ്സിനും 54 വയസ്സിനും ഉള്ള, അതായത് വിജ്ഞാപന തീയതി വരെ 54 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ആപ്ലിക്കേഷൻ ഫീ 2,000 രൂപയാണ്. പേയ്മെൻറ്റ് ഓൺലൈനിലായിട്ടാണ് അടയ്ക്കേണ്ടത്. രജിസ്ട്രേഷൻ സമയത്ത് തന്നെ പേയ്മെൻറ്റ് പേ ചെയ്യണം. ഫീസ് ഒരിക്കൽ അടച്ചാൽ പിന്നെ will not be refunded or adjusted under any circumstances. ഒരിക്കൽ അടച്ചാൽ പിന്നെ തിരികെ ലഭിക്കില്ല. പീരീഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് 4 years ആണ്. ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞു. സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. Application shall be submitted online through the link available in the official website. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി വേണം ആപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ. www.kannur.unib.ac.in എന്ന വെബ്സൈറ്റിൽ ലിങ്ക് വഴി അപേക്ഷ പൂർത്തിയാക്കണം. ലാസ്റ്റ് ഡേറ്റ് ഫോർ submission of online application 21st April 2025. Candidates applying on deputation basis are requested to upload no objection certificate from the employer. Deputation candidates deputation അതോറിറ്റീസിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. The appointing authority will have to have the right to reject all or any of the applications without assigning any cause. അപേക്ഷകൾ കാരണം കൂടാതെ നിരസിക്കാനുള്ള അവകാശം നിയമന അധികാരികൾക്ക് ഉണ്ട്. ഇത്രയുമാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഒന്നുമില്ല. അപ്പോൾ വെബ്സൈറ്റിൽ കയറാം. നിങ്ങൾ ഈ പറഞ്ഞ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.